നമസ്കാരം. പ്രധാന വാർത്ത. നയംമാറ്റത്തിന്റെ പ്രഖ്യാപനവുമായി കെ.എൻ. ബാലഗോപാലിന്റെ 4ാം ബജറ്റ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. റബ്ബറിന്റെ താങ്ങുവില 180 രൂപയാക്കി. സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ധനമന്ത്രി. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അധിക ഭാരമില്ലാതെ ബജറ്റിൽ കാര്യമായ നികുതി നിർദ്ദേശങ്ങളില്ല. മദ്യത്തിന് വില കൂടും. ഭൂമി ന്യായ വില പരിഷ്കരിക്കും. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരും ഇനി ഭൂനികുതി നൽകണം. ബജറ്റിൽ കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. കേന്ദ്ര അവഗണന പാരമ്യത്തിലെന്ന് ധനമന്ത്രി. അവഗണന തുടർന്നാൽ പ്ലാൻ ബി നടപ്പാക്കും. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായെന്നും കെ.എൻ. ബാലഗോപാൽ. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന പ്രതിപക്ഷം. കർഷകർക്ക് നിരാശയുണ്ടാക്കുന്ന ബജറ്റെന്ന വി.ഡി. സതീശൻ. കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കെന്നും പ്രതിപക്ഷ നേതാവ്. വീണ്ടും വാഴ വെട്ടി കെ.എസ്.ഇ.ബി. തൃശൂർ ചൂലൂരിൽ കുലച്ച വാഴകൾ വെട്ടി നശിപ്പിച്ചു. നടപടി ലൈനിൽ മുട്ടിയെന്ന പേര്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം തുടങ്ങി. CMRL ആസ്ഥാനത്ത് SFIയുടെ പരിശോധന. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. ഗ്രാമി അവാർഡ് തിളക്കത്തിൽ ഇന്ത്യ ബാൻഡ് ശക്തി. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ശക്തി ബാൻഡിന്റെ ദിസ് മൊമെന്റ്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. വിശാഖപട്ടണം ടെസ്റ്റിൽ വിജയം 106 റൺസിന്. 9 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ കളിയിലെ താരം.